ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നുപോകായിരുന്നു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അക്രമാസക്തരാവാതെ ഞങ്ങളാളുകളെ മാറ്റുമായിരുന്നു. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്റെ ശരീരത്തിനുൾപ്പെടെ അടിച്ച ഈ വെള്ളം ചെളിവെള്ളം കയറ്റിയ വെള്ളമാണ്, ചൊറിച്ചിലുണ്ടാക്കുന്ന വെള്ളമാണ്. വർഗീയവാദികളോട് പോലും ക്രിമിനലുകളോട് പോലും ചെയ്യാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിയത്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും സമാധാനപരമായ AIBFന്റെയും AISFന്റെയും നേതാക്കൾ ആളുകളെ ഇരുത്തി സംസാരിക്കുമ്പോഴാണ് ഞാനെത്തിയത്. ഞാനവിടെ എത്തി പ്രശ്നം തുടരണ്ട എന്ന് കണ്ട് ധിക്കാരപരമായിട്ടുള്ള സമീപനാണെങ്കിലും തുടക്കം എന്ന നിലയിൽ സമാധാനപരമായി പിരിഞ്ഞു പോകണം എന്ന് സാക്കളോട് പറഞ്ഞു. ആ സമരം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ CPIയുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ നിൽക്കുമ്പോൾ അങ്ങനെ ഏകപക്ഷീയമായി ജലപീരങ്കി പ്രയോഗിച്ച പോലീസിന്റെ നടപടി അതങ്ങനെ ചെറുതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പോലീസ് അത്ര മാന്യന്മാരായിട്ടുള്ള സമീപനമൊന്നല്ല കാണിച്ചത്. ചെളിവെള്ളാണ് വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും നേരെ അടിച്ചത്. കേട്ടിട്ട് മഹാ കഷ്ടം തോന്നുന്നു. നമസ്കാരം. എങ്ങനെ നടന്ന ഒരു നേതാവായിരുന്നു? കുറച്ച് മാസങ്ങൾക്ക് മുമ്പും കൂടെ കേരളത്തിന്റെ മന്ത്രിയായിരുന്നു, പ്രിയപ്പെട്ട മന്ത്രിയായിരുന്നു. വയനാട് ടൗൺഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ മനുഷ്യനെ ലോകം മുഴുവൻ പ്രകീർത്തിച്ചതാണ്, കേരളക്കരയെ ആകെ പ്രകീർത്തിച്ചതാണ്. ഇപ്പം എന്താ അവസ്ഥ നോക്കിയേ, ചെളിവെള്ളം അടിച്ചിരിക്കുകയാണ് അത്രേ ഈ കേരള പോലീസ്. കഴിഞ്ഞ ഒരു മാസം പോലും സല്യൂട്ട് അടിച്ചിരുന്ന പോലീസുകാരിപ്പോൾ ചെളിവെള്ളം, അതും വേറെ എന്തോ കലക്കി അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വളരെ മോശമല്ലേ? രോഗം പടരുന്ന കാലല്ലേ? മുരളീധരൻ സാറിന് അറിയില്ലേ ഇങ്ങനെയുള്ള വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നാട്ടിലില്ലാത്ത അസുഖം എന്തൊക്കെയാണെന്നുള്ളത് മൂപ്പർക്ക് അറിയാലോ. മൂപ്പര് തന്നെ ചികിത്സിക്കണ്ടേ? നാണക്കേടാവില്ലേ? എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടക്കുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭഗവാൻ. ഇതൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ 10 വർഷത്തെ പ്രതാപകാലമൊക്കെ അവസാനിപ്പിച്ച് ഈ ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വന്നപ്പോണ്ടായ ഒരു ചെറിയ ടൈം ഗ്യാപ്പിലുണ്ടായ ഒരു ശീലക്കേടുണ്ടല്ലോ, അതങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ എന്താ ഈ സമരരംഗത്തേക്ക് പോയാൽ അവർ വിളിച്ച് പൂമാല ഇടുന്നൊന്നും നമുക്ക് വിചാരിക്കുകയല്ലോ. പിന്നെ നല്ല ശുദ്ധജലവും ഡിസ്റ്റിൽഡ് വാട്ടറൊക്കെ ഉപയോഗിച്ച് പോലീസുകാർ ഈ ജലപീരങ്കി ഉപയോഗിക്കുമെന്നും നമ്മൾ കരുതണ്ട. എന്നാലും ഈ പോലീസ് ചെയ്തത് തീരെ ശരിയായില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. അത് നിങ്ങളുടെ കാലത്തും ഇത്തരം പ്രവൃത്തികളൊക്കെ ഉണ്ടായിട്ടുണ്ടേ. ആ ഒരു ഓർമ്മയില്ലേ, ഒരു യാത്ര ബസ്സിലൊക്കെ യാത്ര, എല്ലാ സാറടക്കമുള്ള മന്ത്രിമാർ ചെയ്ത യാത്രയിൽ നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ വഴിനീളടിച്ചത്. അതിനെ അന്നടിച്ചപ്പോൾ ഒരു കാര്യം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേരെ ചെളിവെള്ളം അടിച്ചത് അല്ലെങ്കിൽ ജലപീരങ്കി ഉപയോഗിച്ചത് എന്ന് നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാകും. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നുപോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അപ്പൊ രാജൻ സാറിന് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേരെ, നിങ്ങളുടെ കുട്ടികൾക്ക് നേരെ, സാറിന്റെ നേരെ ഈ ചെളിവെള്ളം കൊണ്ട് ജലപീരങ്കി അടിച്ചത് എന്നുള്ളത്. വെറുതെ അല്ല, മറക്കില്ല, അവർ ഒന്നും മറക്കില്ല. എന്നാൽ സതീശൻ സാറേ, അവരെ പോലെ ആകാനല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് കൂടി ഈ സതീശൻ സാറും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. അല്ലെങ്കിൽ അവർക്കുണ്ടായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകില്ലേ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലത് എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. എല്ലാവർക്കും സൽബുദ്ധി ഉദിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം. നിങ്ങൾ എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇത്തരം കഥകൾ തുടരേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.